ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് വീട്ടമ്മമാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കിച്ചൺ ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് തേങ്ങ കൊണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടെ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള തേങ്ങയാണ്, അതായത് പൊതിച്ചതിന് ശേഷമുള്ള മുഴുവനായിട്ടുള്ള തേങ്ങയാണ്. അപ്പം ബാക്കി ഈ ഒരു ചകിരിയൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഈ ചകിരി മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാ 3 തേങ്ങയും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബൾക്കായിട്ട് തേങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും കേട്ടോ. ഇനി ഈ വൃത്തിയാക്കിയ തേങ്ങ ഞാനൊരു പ്ലാസ്റ്റിക് കവർ, ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കുകയാണ് വേണ്ടത്. ഓവർനൈറ്റ് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 10 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇത് പൊട്ടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം ഞാനിതൊരു അരമണിക്കൂർ പുറത്ത് വയ്ക്കുകയാണ്. ഇനി തീരെ സമയമില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി എന്നുള്ളവർ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ തേങ്ങകൾ മുക്കി വെച്ചാൽ മതി ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. അപ്പോഴേക്കും ആ ഒരു ഐസൊക്കെ വിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ തേങ്ങ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഞാനിത് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് പൊട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് പൊട്ടിക്കുന്ന ആ ഒരു വെട്ടുകത്തി അല്ലെങ്കിൽ വാക്കത്തി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇവിടുന്ന് കിട്ടുന്ന തേങ്ങ ആയതുകൊണ്ട് നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും വെള്ളം നല്ലതാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിതിൽ ഹോളിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ണുണ്ടല്ലോ, തേങ്ങയ്ക്ക് 3 കണ്ണുള്ളതിൽ നമ്മൾ ഹോളിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു വലിയ കണ്ണില്ലേ, ആ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു വര. സാധാരണ 3 വരയാണ് ഓരോ കണ്ണിൻ്റെയും സൈഡിൽ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ വലിയ ഹോളുള്ള ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു വരയില്ലേ, ഈ ഒരു വരയിലാണ് നമ്മൾ തട്ടിക്കൊടുക്കേണ്ടത്. ഇത് വെട്ടുകത്തി ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെയല്ല, അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം അത് തട്ടിക്കൊടുക്കണം. അത് പൊട്ടിയിട്ടുണ്ട് കണ്ടോ. ഒരുപാടങ്ങ് ഷേപ്പ്ലെസ് ഒന്നും ആവാതെ തന്നെ നമുക്കിത് പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തേങ്ങ അടർത്തിയെടുക്കാനും വളരെ ഈസിയാണ്. നമ്മൾ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ച് തണുപ്പിച്ചത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തേങ്ങ അടർത്തിയെടുക്കാനായിട്ട് കഴിയും.
കാണുമ്പോൾ ഇത് വലിയ പ്രയാസമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ ആയാസമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 1-2 തേങ്ങയല്ല, ഒരുപാട് തേങ്ങയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് നേരം ചിരവയ്ക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ആയാസപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊട്ടും പ്രയാസമില്ലാണ്ട് തന്നെ ഇതാ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഒട്ടും പ്രയാസമില്ലാതെ തന്നെ നമുക്കിത് വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തേങ്ങ ചിരവുന്നത് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ തേങ്ങയും ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉണ്ടോ, വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ആദ്യം തന്നെ ആ ഒരു വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പൊട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ വരകൾ കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി വെട്ടുകത്തി ഇല്ല എന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർ തേങ്ങ ചിരകിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത്. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ബോക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടാവത്തുള്ളൂ. നമുക്ക് ബോക്സിൽ കിട്ടുന്ന തേങ്ങയും പിന്നെ ഇങ്ങനെ ഫുൾ തേങ്ങയായിട്ട് കിട്ടുന്നതും തമ്മിലുള്ള പൈസ വ്യത്യാസമുണ്ട്. പൈസ വ്യത്യാസം മാത്രമല്ല, ആ ക്വാണ്ടിറ്റിയുടെ അളവും നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങയുടെ 4/1 ഉണ്ടാവത്തുള്ളൂ ആ ഒരു ബോക്സിൽ. അപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ വിലയുടെ വ്യത്യാസം എല്ലാം കാരണം ഇതുപോലുള്ള തേങ്ങ, നല്ല തേങ്ങ നോക്കി വാങ്ങിയിട്ട് ഒരു 3-4 ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് ജോലി തീർക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഒരുപാട് തേങ്ങ വളരെ കുറഞ്ഞ വിലയിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാ ചിരട്ടയിൽ നിന്നും തേങ്ങ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ കത്തി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം അല്പം വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി വെക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ഫ്രീസറിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഫ്രീസറിൽ നിന്നും നേരിട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മൾ വിടിയിച്ചെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ കറുത്ത ഭാഗം ഒന്ന് ചിരണ്ടി കളയുന്നുണ്ട്. അപ്പം ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് ചെത്തിക്കളയാം. കറുത്ത ഭാഗമൊക്കെ പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഇത് നീക്കം ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെ സമയം കളയേണ്ടതില്ല. അപ്പം ഞാനിതിപ്പോൾ ഇതിൻ്റെ ആ ഒരു കറുത്ത ഭാഗം ചെത്തിക്കളയുന്നുണ്ട്. അപ്പോൾ ഇതാ പുറമേ ഉള്ള ആ ഒരു കറുത്ത ഭാഗമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ അധികം ഈർപ്പമില്ലാതെ ശ്രദ്ധിക്കുക. ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ മിക്സി ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കുകയല്ല വേണ്ടേ, പൾസ് മാത്രം ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പൾസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ പൾസ് ചെയ്ത തേങ്ങ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് കണ്ടോ, നന്നായിട്ട് തന്നെ പൾസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ കട്ട പോലെയൊക്കെ കിടക്കുന്നത് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, അല്ലാതെ നോക്കുകയാണെങ്കിൽ നോക്കൂ, തേങ്ങ നമ്മൾ ചിരകിയ പോലെ തന്നെ അതിലും നല്ല വെളുത്ത നിറത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കറുത്ത ഭാഗമൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നല്ല വെളുത്ത നിറത്തിലുള്ള തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചിരകിയതിൽ എന്തെങ്കിലും കട്ട വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങയെ അടിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി 2 കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇതിലും നല്ലത് തേങ്ങ ചിരവ വെച്ചിട്ട് ചിരകിയെടുക്കുന്നതല്ലേന്ന്. പക്ഷെ വിശ്വസിച്ചൊന്ന് ചെയ്തു നോക്കൂ. കാരണം ഞാൻ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോഴും ഞാനും വിചാരിച്ചിരുന്നു ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് അല്ലേന്ന്. പക്ഷേ ഇതുപോലെ ബൾക്കായിട്ട് നമ്മൾ തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പ്രവാസികളൊക്കെ ആകുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തായാലും മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വിശ്വസിച്ച് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിരവയില്ലാത്ത കൂട്ടുകാർക്കും അതുപോലെ ചിരവ ഉപയോഗിച്ച് ചിരകുന്ന സമയത്തായാലും നമുക്ക് കൈ വേദനിക്കുന്നവരുണ്ടാവാം, ബാക്ക് പെയിൻ വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.